നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ 6 വിക്കറ്റിന് ലക്നൌവിനെ ഡൽഹി പരാജയപ്പെടുത്തി. ഋഷഭ് പന്തിന്റെ പ്രകടനത്തിലേക്കായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. കാരണം ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭ് എങ്ങനെയാവും പ്രകടനം കാഴ്ചവെക്കുക. 27 കോടി രൂപയ്ക്ക് ലക്നൗ ടീമിലെത്തിച്ച താരമാണ് ഋഷഭ്. ആ പണത്തിനൊത്ത പ്രകടനം അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഋഷഭിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നെല്ലാമായിരുന്നു ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഡൽഹിക്കെതിരെ ലക്നൌവിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭിന് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാൻ സാധിച്ചില്ല എന്നതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ ഹൈലൈറ്റായി എടുത്തു പറയേണ്ട കാര്യം. ഇതിലെ മത്സരത്തിൽ ചില വിവാദ സംഭവങ്ങളും ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, മത്സരത്തിലെ തോൽവിക്ക് ശേഷം ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായ ഋഷഭ് പന്തും ടീമിന്റെ ഉടമ സഞ്ജീവ് ഗോയങ്കയും പരിശീലകൻ ജസ്റ്റിൻ ലാംഗറുമായി എല്ലാവരും ചേർന്നുള്ള ഒരു സംഭാഷണമാണ് ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് കാരണമായിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ സഞ്ജീവ് ഗോയങ്കെ സാധാരണ ടീമിന്റെ ഉടമകളെ പോലെ ഒരാളല്ല. കാരണം മറ്റ് ടീമുകളുടെ ഉടമകളെ നോക്കുകയാണെങ്കിൽ അവർ തോൽക്കുന്ന സമയത്തും ജയിക്കുന്ന സമയത്തുമെല്ലാം അതിൻ്റെതായ സ്വകാര്യത കീപ്പ് ചെയ്ത് താരങ്ങളുമായി സംസാരിക്കുന്ന ഉടമകളാണ്. എന്നാൽ ഗോയങ്കെ തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ആളാണെന്ന് പറയാം. മത്സരം തോറ്റു കഴിഞ്ഞാൽ ഉടൻ ഗ്രൗണ്ടിലേക്ക് എത്തുകയും ക്യാപ്റ്റനുമായി വളരെ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് പലതവണ ഗോയങ്ക ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ KL രാഹുൽ ലക്നൌവിന്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. KL രാഹുലിനെ പരസ്യമായി ശകാരിക്കുന്ന നടപടി വരെ ഗോയങ്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതേ തുടർന്നാണ് രാഹുൽ ലക്നൗ വിടുകയും ഡൽഹി ക്യാപിറ്റൽസിലേക്ക് കൂടുമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത്. ഇത്തവണ ഋഷഭ് പന്തും ഗോയങ്കയും തമ്മിൽ വീണ്ടും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മത്സരശേഷം ജസ്റ്റിൻ ലാംഗറും സഞ്ജീവ് ഗോയങ്കയും കൂടി ബൗണ്ടറി ലൈനിലേക്ക് എത്തിക്കുകയും ഋഷഭുമായി ഏറെ നേരം സംസാരിക്കുന്നതും കാണാനായി. ഋഷഭ് പൊതുവെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശാന്തനായിട്ടുള്ള താരമാണ്. വളരെ ഫണ്ണിയായിട്ട് ക്രിക്കറ്റ് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഋഷഭ്. എന്നാൽ ഇന്നലെ വളരെ ഗൗരവത്തോടെയാണ് അദ്ദേഹം ഗോയങ്കയോട് സംസാരിച്ചത്. എന്താണ് സംസാരിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും ഇല്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് ജസ്റ്റിൻ ലാംഗർ, പരിശീലകനായ ജസ്റ്റിൻ ലാംഗറും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. ഗോയങ്കയുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി മറുപടി പറയുന്ന ഒരു ഋഷഭിനെയാണ് കാണാൻ സാധിച്ചത്. കാരണം ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളെ കൃത്യമായി ഗോയങ്ക ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ സംഭവത്തിൽ നിന്നും വ്യക്തമാക്കുന്നത്. അദ്ദേഹം പരസ്യമായി തന്നെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാകുന്നത്. പൊതുവെ ഇത്തരം സംഭവങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് അതാത് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമുകളിലായിരിക്കും. കാരണം ഇത് പരസ്യമായി താരങ്ങൾ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ആരും ആഗ്രഹിക്കില്ല. എന്നാൽ ഗോയങ്ക നേരെ തിരിച്ചാണ്. അദ്ദേഹം മത്സരത്തിന് ശേഷം ഉടൻ ഗ്രൗണ്ടിലെത്തുകയും ക്യാപ്റ്റനെ പരസ്യമായി ശകാരിക്കുകയും ചെയ്യുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. 27 കോടി രൂപയ്ക്ക് ഋഷഭിനെ ടീമിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു ഗുണം ടീമിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഗോയങ്കയെ സംബന്ധിച്ച് സ്വാഭാവികമായും നിരാശ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. എങ്കിലും ഇത്തരം പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം ശക്തമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. മറ്റു ഉടമകളെ കണ്ട് ഗോയങ്ക പഠിക്കണമെന്നും പ്രീതി സിന്ധ്യയൊക്കെ റോൾ മോഡലാക്കി എടുക്കണമെന്നുമെല്ലാം ആണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ ഋഷഭിന്റെ ചില തീരുമാനങ്ങൾ കൃത്യമായി പാളിപ്പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഒന്നാമത്തെ കാര്യം, ഋഷഭ് ഓപ്പണിംഗ് റോളിലേക്ക് എത്തിയതാണ്. മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കറുമാണ് സാധാരണ ലക്നൌവിനായിട്ട് ഓപ്പൺ ചെയ്യാറുള്ളത്. എന്നാൽ വലങ്കൈയനായ മിച്ചൽ മാർഷിനൊപ്പം ഇടങ്കൈയനായ ഋഷഭ് പന്ത് വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകാം ലക്നൌവിനായി ഇന്നലെ ഋഷഭ് തന്നെ ഓപ്പണിംഗിലേക്ക് എത്തിയത്. എന്നാൽ ഋഷഭ് ഈ തീരുമാനം എടുത്തതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ടെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. കാരണം ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ് ഋഷഭ് ഉള്ളത്. ഓപ്പണർ റോളിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന താരമാണ് ഋഷഭ്. പക്ഷേ സഞ്ജു സാംസണും ഇഷാൻ കിഷനും എല്ലാം അവിടെ നിൽക്കുമ്പോൾ ഋഷഭിന് കാര്യങ്ങൾ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ലക്നൌവിന്റെ ഓപ്പണർ റോളിലേക്ക് എത്തി തല്ലിത്തകർത്ത് ഒരു മികച്ച പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കണം അദ്ദേഹം ലക്നൌവിന് വേണ്ടിയിട്ട് ഇന്നലെ ഓപ്പണറായിട്ട് ഇറങ്ങിയത്. പക്ഷേ ആ പദ്ധതി പാളുന്നതാണ് കാണാൻ സാധിച്ചത്. 9 പന്തിൽ 7 റൺസ് മാത്രമാണ് ഋഷഭിന് നേടാനായത്. ഔട്ടായത് ദൗർഭാഗ്യകരമായ റണ്ണൌട്ടിലൂടെ ആണെങ്കിൽ തന്നെ ഋഷഭിന്റെ ഒരു പ്രകടനം നോക്കുമ്പോൾ പവർ പ്ലേയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലല്ല. അത്തരത്തിലുള്ള ഷോട്ടുകൾ കളിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല.
നമുക്കറിയാം പണ്ട് ഋഷഭ് പന്ത് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഒറ്റക്കൈയും സിക്സുകളിലൂടെ ഏത് ബോളറെയും കടന്നാക്രമിച്ച് കളിക്കുന്ന ഭയമില്ലാത്ത ബാറ്റ്സ്മാൻ ആയിരുന്നു. പക്ഷേ ആ ആക്സിഡന്റിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ആ പഴയൊരു മികവ് ഋഷഭിന് നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ലക്നൌവിന് വേണ്ടി ഋഷഭ് ഓപ്പൺ ചെയ്യുന്നത് ടീമിനെ പിന്നോട്ടടിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അത് വ്യക്തമാക്കുന്നതാണ് ഡൽഹിക്കെതിരായ പ്രകടനവും. ഒരു ഘട്ടത്തിൽ ഡൽഹിയെ വിറപ്പിക്കുന്ന ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ലക്നൌവിന് സാധിച്ചിരുന്നു. 26 റൺസിന് 4 വിക്കറ്റ് ഡൽഹിയുടെ വീഴ്ത്തി. അപ്പോൾ ലക്നൗ ഒരു വിജയപ്രതീക്ഷ ടീമിനുണ്ടായിരുന്നെങ്കിൽ തന്നെ പിന്നീട് സമീർ റിസ്വിയും സ്റ്റബ്സും ചേർന്ന് അനായാസം ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ സമയത്ത് ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ഋഷഭിന് സാധിച്ചില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്നതാണ്. ഇത് തന്നെയായിരിക്കണം ഗോയങ്കയും മത്സരത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. നിക്കോളാസ് പുരാനെ 4-ാം നമ്പറിലേക്ക് മാറ്റുന്നതൊക്കെ നീക്കം ടീമിന് വലിയ ഗുണം ചെയ്യുന്നതല്ല. അപ്പം അടുത്ത മത്സരത്തിൽ ചില നിർണായക മാറ്റങ്ങൾ ലക്നൗ വരുത്തിയേക്കുമെന്ന് മത്സരത്തിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട്. ഏഡൻ മാർക്കറത്തെ ഓപ്പണർ റോളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും 3-ാം നമ്പറിലേക്ക് നിക്കോളാസ് പുരാൻ വരികയും 4-ാം നമ്പറിലേക്ക് ഋഷഭ് പന്ത് പോവുകയും ചെയ്താൽ ടീമിന്റെ പ്ലേയിങ് ലെവലിൽ അല്പം കൂടി സന്തുലിതാവസ്ഥ ലഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിക്കെതിരായ തോൽവി ലക്നൌവിനെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഋഷഭ് പന്തിനെ സംബന്ധിച്ചിപ്പോൾ സമ്മർദ്ദം കൂടി നിൽക്കുകയാണെന്ന് പറയാം. ഗോയങ്കെ ശക്തമായ ഇടപെടലുകൾ വരുന്ന മത്സരങ്ങളിലും നടത്തും. അതിൻ്റെ സമ്മർദ്ദം തീർച്ചയായിട്ടും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭിനുണ്ടാവും. എന്തായാലും ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് ശക്തമായി തിരിച്ചെത്താൻ ഋഷഭിനും സംഘത്തിനും സാധിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം.